കാരണം നീ എനിക്കില്ലെങ്കിൽ ഓടി പുല്ലേ മുഖത്ത് വെച്ചിട്ട് തന്നെ ഞാൻ ഇവൾക്കതാ എന്ന്. ഇവനൊക്കെ ഗുരുശാപം വാങ്ങി തട്ടിപ്പോണ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. എന്റെ കൂടെ എന്റെ കെട്ടിയവൻ എന്തിനേതിന് സപ്പോർട്ട് നിൽക്കുന്നുണ്ടല്ലോ, അതാണ് എന്റെ വിജയം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ നിസ്സാരക്കാരനല്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കമന്റ് മോശമായിട്ട് ഇടുക, എന്ത് വേണമെങ്കിൽ ഇട്ടോളി, ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. വേണ്ട വേണ്ട, വെറുതെ ധൈര്യത്തെ തൊട്ട് കളിക്കണത്. എനിക്ക് അവളെ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു, കണ്ട് 2 വാക്ക് പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു. കണ്ടു കഴിഞ്ഞാൽ ഒന്നേ ഞാൻ പറയുള്ളൂ, കാരണം നീ എനിക്കില്ലെങ്കിൽ ഓടി പുല്ലേ. എടോ, ഞാൻ പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് ആയിപ്പോയി, ഇല്ലെങ്കിൽ എന്റെ വായിലിരിക്കുന്ന വീണനാഥൻ താൻ കേട്ടേനെ. എനിക്ക് ഒരെണ്ണത്തിന് തന്നും ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് അവളുടെ മുഖത്ത് വെച്ചിട്ട് തന്നെ ഞാൻ ഇവൾക്കതാ എന്ന്. കൊല്ലണ്ട, അടുത്ത കേസിന് ഞാൻ ജയിപ്പിച്ചു തരാം. ഒരു അവള് മനസ്സിലാക്കണം, ഒരാണായാലും പെണ്ണായാലും അത് മനസ്സിലാക്കുന്ന കാര്യമാണ്. അത് അവർക്ക് ഒരു പണത്തിന് പിന്നാലെ പോകരുത്. അവരുടെ നല്ലൊരു മനസ്സ്, സ്നേഹിക്കാനുള്ള മനസ്സ്, അതിന് പിന്നാലെ നമ്മൾ നോക്കുക. സാറിന്റെ വാദം കേട്ടപ്പോ ജഡ്ജിയുടെ കയ്യിലെ രോമമൊക്കെ എഴുന്നേറ്റ് നിന്നു. അതങ്ങനെ ജഡ്ജിയുടെ കോട്ടിന്റെ ഇടയിൽ കൂടെ കണ്ടാ? അല്ല, കോട്ടിലെ ഫീലിംഗ് ഉണ്ടായിരുന്നു. ഏത് വീടായിരിക്കട്ടെ, ചാഴപ്പഴയായിരിക്കട്ടെ, ഓടായിരിക്കട്ടെ, ടെറസ് സീറ്റ് ആയിരിക്കട്ടെ, നമ്മൾ അതല്ല നോക്കണ്ടേ. നമ്മളിനെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടല്ലോ, അത് മാത്രം നമ്മൾ നോക്കുക. വീടിലല്ല കാര്യം, അവരുടെ മനസ്സാണ്. മയ്യത്തുംകാരില്ല ഓന്റെ ഒരു ബിരിയാണി കച്ചവടം. എനിക്ക് പണമല്ല വലുത്, ഈ ഏട്ടന്റെ നല്ലൊരു മനസ്സില്ല സ്നേഹിക്കാനുള്ളത്, അതിന് മാത്രം എനിക്ക് ഇതാവും. നല്ല വസ്ത്രം കേട്ടിട്ട് ഭക്ഷണത്തരം തന്നെയാണല്ലേ പറയണത്.